എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ കട്ടിയില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഈ ഒരു ബോക്സ്. അപ്പോൾ ഇത് കുക്കീസ്, സ്വീറ്റ്സ് ഒക്കെ കിട്ടുന്ന നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പച്ചക്കറികളുടെ സെക്ഷനിൽ നിന്നും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് എടുക്കാം, അതിൻ്റെ അടപ്പെടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ സാധാ ഇതുപോലെ പ്ലാസ്റ്റിക് അടപ്പുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഉൾഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം കിട്ടും. ആ ഒരു ഫ്രെയിം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൂളൻ ത്രെഡ് അല്ലെങ്കിൽ ജൂട്ട് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നല്ല കട്ടിക്ക് ചുറ്റുമ്പോൾ കുറച്ച് സ്ട്രോങ് ആവും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഫ്ലവേഴ്സോ അതൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ മേക്കിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫോം ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ പേപ്പർ ഫ്ലവേഴ്സ്, റിബൺ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്യാൻ. ആ ഐഡിയ നിങ്ങളുടെയൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ഭംഗിയാക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ പാക്കറ്റിൽ കിട്ടുന്ന ഫ്ലവേഴ്സാണ്, അപ്പോൾ അത് ഫോം ഫ്ലവേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മളൊരു റിബണിൻ്റെ ബോ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലൈറ്റ് കളറിലെ റിബണാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ അനുസരിച്ച് അതുപോലെ റിബണും വെച്ച് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ബാക്കിൽ ഒരു ഹാങ്ങിങ്ങും കൊടുത്തു. നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.